CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാനും ജില്ലാ ആരോഗ്യ കർമ്മസമിതി യോഗം തീരുമാനിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം മാർച്ച് 11 ചേരും. വനിതാ ശിശു വികസന വകുപ്പ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ മലപ്പുറം ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചു. മഞ്ചേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുകാളിക്കാവ് പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. വൈകിട്ട് 5 മണിയോടെ വേലകളെത്തി. ഇറ, പൂതൻ, കുതിരവേല, കാളവേല, കരിവേല, വേഷങ്ങൾ എന്നിവ പൂരത്തിന് മാറ്റുകൂട്ടി. മലപ്പുറം ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാനും ജില്ലാ ആരോഗ്യ കർമ്മസമിതി യോഗം തീരുമാനിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം മാർച്ച് 11 ചേരും. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജന്തുജന്യ രോഗങ്ങളുടെ അവലോകനം, മഴക്കാല പൂർവ്വ ശുചീകരണം, HPV, JE വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. മഴക്കാല രോഗങ്ങളെ ചെറുക്കുന്നതിനായി ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ വിപുലമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും കൊതുക്, എലി തുടങ്ങിയവയുടെ പ്രജനന സ്രോതസ്സുകൾ നശിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം മാർച്ച് 11 ചേരും. ജില്ലയിൽ ജന്തുജന്യ രോഗങ്ങളും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണം, ഡയറി, തൊഴിൽ, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. ഇതിനായി പ്രത്യേക യോഗം വിളിച്ചു ചേർക്കും. ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിൻ ക്യാമ്പയിൻ ജില്ലയിൽ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NN പമീലി യോഗത്തിൽ അറിയിച്ചു. 14 വയസ്സ് പൂർത്തിയായ 40,185 പെൺകുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. മാർച്ച് 30 അവസാനിക്കുന്ന ഈ ക്യാമ്പയിന് ശേഷം വാക്സിൻ നിർബന്ധിത പട്ടികയിൽ ഉൾപ്പെടുത്തും. അതേസമയം ജപ്പാൻ ജ്വരത്തിനെതിരെയുള്ള JE വാക്സിനേഷൻ ലക്ഷ്യത്തിലെത്താൻ രക്ഷിതാക്കളുടെ സമ്മതപത്രം ലഭിക്കുന്നതിലെ കാലതാമസം തടസ്സമാകുന്നുണ്ടെന്നും നിലവിൽ 10.45% മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നും അവർ വ്യക്തമാക്കി. മാർച്ച് 1 മുതൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ വാക്സിൻ ലഭ്യമാണ്. യോഗത്തിൽ DMO ഇൻചാർജ് ഡോക്ടർ A ഷിപുലാൽ, ഡെപ്യൂട്ടി DMO C ഷുപിൻ, DPM ഡോക്ടർ TN അനൂപ് തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. CCN മലപ്പുറം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം മലപ്പുറം ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചു. മഞ്ചേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇത് ഓരോരുത്തരും ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു റെവല്യൂഷണറി ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റിയലിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ചേഞ്ചുകളൊക്കെ നേടാനായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ പോലീസെടുത്ത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറ് സ്ത്രീകളുടെ പരാതികൾ വെച്ചോ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ പരാതികൾ വെച്ചപ്പം അതിന് ഈക്വൽ ഓർ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചെയ്യാറ്. കാരണം എനിക്കറിയാം, ഇപ്പോൾ പല പോലീസ് സ്റ്റേഷൻസ് മാത്രമല്ല മിക്ക നമ്മുടെ പബ്ലിക് സർവീസിന് വേണ്ടി നമ്മൾ പോകുന്ന ഓഫീസുകളിലും ഒരു നല്ല ശതമാനം ആൾക്കാരും പുരുഷന്മാർ തന്നെയാണ്. വളരെ വെരി ഡോമിനേറ്റഡ് വർക്ക് സ്പേസ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും മിക്ക പബ്ലിക് സർവീസ് ഓഫീസുകളിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പരാതികൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, എത്രത്തോളം ആൾക്കാർ ബിലീവ് ചെയ്യും എന്നുള്ളത് തന്നെ ഒരു സംശയാസ്പദമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞതുപോലെ ഭർത്താവ് ഭയങ്കര ഡൊമസ്റ്റിക് വയലൻസ് ആണ്. അപ്പം ഞാൻ പിന്നെ ഇതിനെപ്പറ്റി ഞാൻ സ്റ്റേഷനിൽ ചോദിക്കുമ്പോൾ അത് അവര് എന്താ പറയാ ഈ പലപ്പോഴും ആ ഒരു കാര്യം വീട്ടിലുള്ളൊരു പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്.
പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. ഒരു രീതിയിലുള്ള അഭ്യാസം വീടുകളിൽ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുകയാണല്ലോ. അപ്പം ഈ രീതിയിലാണ് ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ എനിക്ക് എല്ലാവർക്കും അവരുടേതായ സ്കിൽസിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ടാവും. അത് നമ്മൾ തന്നെ ഏറ്റവും നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് ഓരോരുത്തരും ഇൻഡിവിജ്വൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യം. അവകാശങ്ങൾ, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്ന ഈ വർഷത്തെ ഐക്യരാഷ്ട്രസഭയുടെ സന്ദേശത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി സംസാരിച്ചു. ചടങ്ങിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്രയും മികവും പ്രകടമാക്കിയ വിശിഷ്ട വ്യക്തികൾക്ക് പുരസ്കാരം നൽകി. മികച്ച അംഗൻവാടി സൂപ്പർവൈസർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. മഞ്ചേരി മഹിളാ സമാജം ലീഗൽ കൗൺസിലർ അഡ്വക്കേറ്റ് നിഷ ബേബി സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും എന്ന വിഷയത്തിലും, കില പോലീസ് ആൻഡ് വുമൺ കമ്മീഷൻ ജെൻഡർ ട്രെയിനർ രോഹിണി മുത്തൂർ ലിംഗസമത്വം എന്ന വിഷയത്തിലും സെമിനാറുകൾ സംഘടിപ്പിച്ചു. ശേഷം വിവിധ ICDS പ്രവർത്തകരുടെ കലാപരിപാടികൾ അരങ്ങേറി. ജില്ലാ വനിതാ ശിശു സംരക്ഷണ ഓഫീസർ ടി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ TN ധന്യ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ, മലപ്പുറം അർബൻ ശിശു വികസന പദ്ധതി ഓഫീസർ V പ്രമീള, വണ്ടൂർ ICDS CDPO റിംസി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ സിത്താനി ഭജൻസ് അവതരിപ്പിച്ച ഭക്തിഗാനമേള ആസ്വാദകർക്ക് സംഗീത വിരുന്നായി. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സംഗീത പരിപാടി ആസ്വദിക്കാനായി ക്ഷേത്രമുറ്റത്ത് എത്തിയത്.
CCN ചെർപ്പുളശ്ശേരി. പൂക്കോട്ടുകാളിക്കാവ് പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. വൈകിട്ട് 5 മണിയോടെ വേലകളെത്തി. തിറ, പൂതൻ, കുതിരവേല, കാളവേല, കരിവേല, വേഷങ്ങൾ എന്നിവ പൂരത്തിന് മാറ്റുകൂട്ടി. ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ദേശപൂരങ്ങൾ വൈകിട്ട് 5ഓടെ ക്ഷേത്രസന്നിധിയിലെത്തി. വിവിധ വേലകളിൽ പ്രശസ്തരായ വാദ്യകലാകാരന്മാർ അണിനിരന്നു. ദേശവേലകളുടെ ക്രമപ്രകാരമുള്ള വലത്തിനു ശേഷം പകൽപൂരം സമാപിച്ചു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം താമരക്കുഴി ചുങ്കപ്പള്ളി ചോലക്കൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കലങ്കരി ഉത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു.
നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ആറിന് രാവിലെ പീഠം എഴുന്നള്ളത്ത്, ഗണപതി ഹോമം, കൊട്ടിയറിയിപ്പ് എന്നിവയോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ത്രിപുരാന്തക ക്ഷേത്രത്തിൽ നിന്ന് കലശം എഴുന്നള്ളത്തും ഉച്ചപൂജയും ചുറ്റമ്പല പൂജയും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ഭക്തർക്കായി വിപുലമായ അന്നദാനവും ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വിവിധ അയൽദേശങ്ങളിൽ നിന്നുള്ള വഴിപാട് വരവുകളും കൊട്ടിവരവുകളും ക്ഷേത്രസന്നിധിയിലെത്തി. വൈകുന്നേരം 6:30 ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളായ വെള്ളരിയിടൽ, ഗുരുതി തർപ്പണം, കലങ്കരി എന്നിവ നടന്നു. രാത്രി 10 മണിക്ക് വണ്ടൂർ അപ്പുവും സംഘവും അവതരിപ്പിച്ച ഇരട്ടത്തായംപക ഭക്തർക്ക് വിരുന്നായി. ശനിയാഴ്ച പുലർച്ചെ വെളിച്ചപ്പാടുകളുടെ അകമ്പടിയോടെ നടന്ന താലപ്പൊലിയോടെയാണ് ഉത്സവ ചടങ്ങുകൾ സമാപിച്ചത്. CCN മലപ്പുറം. ഗർഭാശയ ഗള ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ പദ്ധതിക്ക് ആലിപ്പറമ്പിൽ തുടക്കമായി. ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ വാക്സിനേഷൻ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. 14-നും 15-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കായി നടപ്പിലാക്കുന്നതാണ് വാക്സിനേഷൻ. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിന്റെ ഭാഗമായി ഗർഭാശയ ഗള ക്യാൻസറിനെ കുറിച്ചും പ്രതിരോധ കുത്തിവയ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മലപ്പുറം ജില്ലയിൽ നിലവിൽ പുരോഗമിക്കുന്ന വിപുലമായ വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ പ്രവർത്തനം. ജില്ലയിലെ 14 വയസ്സ് പൂർത്തിയായ 40,185 പെൺകുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകി വരുന്നത്. മാർച്ച് 30-ന് അവസാനിക്കുന്ന ഈ ക്യാമ്പയിൻ കാലയളവിൽ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ സൗജന്യമായി ലഭ്യമാണ്. ആലിപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ JPHN ബിന്ദുകുമാരി, JHI പൂജാരാജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഡോക്ടർ അനീസ് അഹമ്മദ്, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. JPHN ജയകുമാരി ചടങ്ങിന് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാനും ജില്ലാ ആരോഗ്യ കർമ്മസമിതി യോഗം തീരുമാനിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം മാർച്ച് 11-ന് ചേരും. വനിതാ ശിശു വികസന വകുപ്പ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ മലപ്പുറം ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചു. മഞ്ചേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസെ ജോൺ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുകാളിക്കാവ് പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. വൈകിട്ട് 5 മണിയോടെ വേലകളെത്തി. തിറ, പൂതൻ, കുതിരവേല, കാളവേല, കരിവേല, വേഷങ്ങൾ എന്നിവ പൂരത്തിന് മാറ്റുകൂട്ടി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച
നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.